ശ്രുതി, നോക്കിക്കോ. ഇനി നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് നവീൻ ദാസ് ആയിരിക്കില്ല, ഈ ആൻ്റണി ആയിരിക്കും. നിന്റെ കഷ്ടകാലം തുടങ്ങി മോളെ. നിന്നെ ഞാനൊരു പൊന്മുട്ടയിടുന്ന താറാവാക്കി മാറ്റും. നീ നോക്കിക്കോ. ഇനി നീ കളി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. നിന്റെ എല്ലാ രഹസ്യങ്ങളും നവീൻ ദാസ് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷയില്ല മോളെ. ഇത്രയും ചതിയത്തിയായി നിനക്ക് ഇനി ജീവിതത്തിൽ രക്ഷയില്ല. ഇനി നിന്നെ എന്ത് വേണമെന്ന് ആൻ്റണിക്ക് നന്നായിട്ടറിയാം. അപ്പം സുഹൃത്തുക്കളെ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്നുള്ള ആ ഒരു ഉത്തമ ഉദാഹരണം, ആ പഴഞ്ചൊല്ലിനുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ശ്രുതിയുടെ ജീവിതം. കാരണം ശ്രുതി സച്ചിക്കും രേവതിക്കും രേവതിയുടെ കുടുംബത്തിനും കൊടുക്കാൻ വേണ്ടി ശ്രുതി ചെയ്ത പണി ലാസ്റ്റ് ദൈവം കറങ്ങി തിരിഞ്ഞ് ശ്രുതിയുടെ മണ്ടയിൽ എന്നെ കൊണ്ടുവന്നിട്ടു. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കഥ പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല. വേറെ ഒന്നല്ല, എനിക്ക് കുറച്ച് തിരക്കായി, പിന്നെ വയ്യാതെയായിരുന്നു, തൊണ്ടി സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് പറയാൻ കഴിഞ്ഞില്ല. എല്ലാവരും ക്ഷമിക്കണം. ഇന്നലത്തെ എപ്പിസോഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സച്ചി രേവതി അവരുടെ കയ്യിലത്തെ പൈസ എല്ലാം എടുത്തിട്ടാണ് ശരത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. ഇനി അവരെന്തെങ്കിലും പ്ലാൻ ഇടണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പദ്ധതി ഉണ്ട്. രേവതി പറയുന്നുണ്ട്, കല്യാണ മണ്ഡപത്തിൻ്റെ ഡെക്കറേഷൻ ഓർഡറുകളൊക്കെ ഞാൻ എടുക്കും, ഇനി അതൊരു പുതിയ ബിസിനസ്സിലേക്ക് തിരിയാന്നൊക്കെ പറയുമ്പോൾ സച്ചി അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതി സന്തോഷത്തിൽ പുതിയൊരു ബിസിനസ്സിലേക്ക് തിരിയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും ആൻറ്റി കേസ് പിൻവലിച്ചിട്ടുണ്ടാവുക. ബാമാൻറ്റിയോട് ചോദിച്ചാൽ സത്യം എന്താണെന്ന് അറിയും എന്ന് വിചാരിച്ചിട്ട് ശ്രുതി ബാമാൻറ്റിയെ കാണാൻ വേണ്ടി ബാമാൻറ്റിയുടെ വീട്ടിൽ പോയി. പോകുമ്പോൾ ബാമ അവിടെ അടിച്ചു വരാണ്. അപ്പോൾ ആൻറ്റി വിളിക്കുമ്പോൾ, ആ മോളോ, എന്താ മോളെ ചോദിക്കുമ്പോൾ, എന്താ എനിക്ക് ഇങ്ങോട്ട് വന്നൂടെ, പിന്നെ നീ എൻ്റെ മോളല്ലേ, എപ്പോൾ വേണമെങ്കിലും വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, ആൻറ്റിക്ക് നല്ല സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആൻറ്റിയുടെ തല മസാജ് ചെയ്ത് തരാൻ വാ എന്ന് പറയുമ്പോൾ പറയും, അയ്യോ നീയോ, എൻ്റെ തലയൊന്നും മസാജ് ചെയ്യേണ്ട മോളെ, നീ എങ്ങാനും തല മസാജ് ചെയ്യണത് അറിഞ്ഞത് ചന്ദ്ര അറിഞ്ഞാൽ പിന്നെ അവളുടെ മോളെ കൊണ്ട് പണിയിപ്പിച്ചു പറഞ്ഞിട്ട് അടുത്ത പ്രശ്നമാവെന്ന് പറയണം. ഒന്നുമില്ല ആൻറ്റിയുടെ മോളല്ലേ ഞാൻ, അമ്മമാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിപ്പോൾ വലിയൊരു ഇതാവോ, ആൻറ്റി വന്നേ ഞാൻ ചെയ്തു തരാം പറഞ്ഞിട്ട് ബാമയെ നിർബന്ധിച്ച് തല മസാജ് ചെയ്യാൻ പിടിച്ചുകൊണ്ട് വേണം ശ്രുതിയുടെ മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. എന്തുകൊണ്ട് ചന്ദ്രമതി കേസ് പിൻവലിച്ചു എന്നുള്ളത് ചെകഞ്ഞെടുക്കുക എന്നുള്ളതാണ് ശ്രുതിയുടെ ഉദ്ദേശം. അങ്ങനെ ബാമയെ കൊണ്ടുപോയി മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് നിരാശയോടുകൂടി, എന്നാലും ആൻറ്റി കേസ് പിൻവലിക്കുന്നു ഞാൻ ഒട്ടും വിചാരിച്ചില്ല, ആൻറ്റി എന്ത് പണിയാണ് ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ പറയണം, അത് പിന്നെ വക്കീൽ പൈസ കൊടുത്ത് ആൻറ്റി പിൻവലിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. ബാമ വക്കീൽ പൈസ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല, വിട്ടുകളാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാമ ചാടി എന്നെ കാണും. ആൻറ്റി പറ എന്തുണ്ടായി എന്ന് എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല പറയാം. ആൻറ്റി പറഞ്ഞില്ല ആൻറ്റിയുടെ മോളാ ഞാൻ, എന്നിട്ട് എന്തിനാ ആൻറ്റി എന്നോട്ട് ഇങ്ങനെ ഒളിച്ചു വെക്കണേ, ആൻറ്റി പറ എന്ന് പറയുമ്പോൾ ഭാമ ആ സത്യം ശ്രുതിയോട് തുറന്നു പറയാണ്. ചന്ദ്രമതി വക്കീലിൻ്റെ അടുത്ത് നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് ഈ കേസ് പിൻവലിച്ചിട്ടുണ്ടെന്നുള്ള വിവരം അറിയുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. അത് ശരി, അപ്പോൾ 2 ലക്ഷം രൂപ പിൻവലിച്ചിട്ടാണല്ലേ അവർ ഈ കേസ് പിൻവലിച്ചിരിക്കണത്. എന്തൊരു ദുഷ്ടയായ സ്ത്രീയാണ് അവർ എന്നിങ്ങനെ വിചാരിക്കാനോ ശ്രുതി. അപ്പോൾ ബാമ ചോദിക്കും, എന്താ മോളെ നീ ആലോചിക്കണേ. ഒന്നുമില്ല ആൻറ്റി, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്ന് പറയണം. പിന്നെ വാ, എനിക്ക് തോന്നില്ല ആൻറ്റി അത് മേടിച്ചിട്ട് പിൻവലിച്ചതാണെന്ന് എനിക്ക് തോന്നില്ല. അവിടെ നിനക്ക് വിശ്വാസമായില്ല അല്ലേ, നിനക്ക് ഞാൻ തെളിവ് തരാമെന്ന് പറഞ്ഞിട്ട് ബാമ അവളെയും കൂട്ടി പോയി അലമാറയിൽ വെച്ചിട്ടുണ്ടായിരുന്ന 2 ലക്ഷം രൂപ എടുത്ത് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ചന്ദ്രൻ എന്നെ ഏൽപ്പിച്ച പൈസയാണെന്ന് പറഞ്ഞിട്ട്. അത് കാണോടുകൂടി ശ്രുതിക്ക് മനസ്സിലാവാണ് ചന്ദ്രമതി പൈസ മേടിച്ചിട്ടാണ് കേസ് പിൻവലിച്ചതെന്ന് മനസ്സിലാവാണ്. അപ്പോൾ ശ്രുതി പറയാണ്, ശരി ആൻറ്റി ഞാൻ പോവാ പറയുമ്പോൾ, അയ്യോ നീ തല മസാജ് ചെയ്തില്ലല്ലോ പറയാണ്, എനിക്ക് അതിനുള്ള മൂടൊക്കെ പോയി ആൻറ്റി ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് അങ്ങനെ ബാമയോട് യാത്ര പറഞ്ഞ് പോവാണ്. അപ്പോൾ ബാമ പറയുന്നുണ്ട്, മോളെ ഞാൻ ഈ കാര്യം പറഞ്ഞാൽ നീ ആരോടും പറയരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല ആൻറ്റി ഞാൻ ആരോടും പറയില്ല, ചന്ദ്രമതി നിന്നോട് പറഞ്ഞാൽ പോലും ഞാൻ പറഞ്ഞു എന്നുള്ള കാര്യം നീ പറയരുതേന്ന് പറയാണ്. അപ്പോൾ ഇല്ല ആൻറ്റി ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി പോവാണ് അവിടുന്ന്. അങ്ങനെ ശ്രുതിയെ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം മനസ്സിലാക്കി. ചന്ദ്രമതി 2 ലക്ഷം രൂപ മേടിച്ചിട്ടാണ് കേസ് പിൻവലിച്ചത് എന്നുള്ള രഹസ്യം ശ്രുതി മനസ്സിലാക്കി. ചന്ദ്രോദയത്തിൽ രേവതിയുടെ പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഇട്ട് അതുപോലത്തെ ഡെക്കറേഷനൊക്കെ ചെയ്ത് സച്ചിനെ കണ്ണടച്ചു കൊടുന്ന് അത് കാണിച്ചു കൊടുക്കണം. സച്ചേട്ടാ നോക്കിയ ഭംഗിൻ്റെ ചോദിക്കുമ്പോൾ, അടിപൊളിയുണ്ട് രേവതി, ഇനി ഇങ്ങനത്തെ ഓർഡറുകൾ ഞാൻ എടുക്കാൻ പോകുന്നുണ്ട്, കുറച്ച് കല്യാണ മണ്ഡപങ്ങളിലൊക്കെ പോയിട്ട് ഇതിൻ്റെ ഡെമോ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ വർഷ ഇത് കേട്ടിട്ട് വരികയാണ്. അപ്പോൾ വർഷ ചോദിക്കും, ഇത് എന്താ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുമ്പോൾ, അടിപൊളിയുണ്ട് രേവതി ചേച്ചി, അതെ ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറയും, ഇനി ഇതിൻ്റെ ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടണം, അതിൻ്റെ ഒപ്പം തന്നെ ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസും വേണം, ചേച്ചി ഇത്തിരി നന്നായി മേക്കപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വേണം, ചേച്ചിയുടെ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യണം, അതൊക്കെ ഞാൻ ശരിയാക്കി തരാം, ചേച്ചി എന്തായാലും നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസ് വേണം. അയ്യോ എനിക്കതിന് പുതിയ സാരി ഒന്നും ഇല്ലല്ലോ വർഷം വരുമ്പോൾ, അതൊക്കെ ഞാൻ എടുത്തുതരാമെന്ന് പറയണം. അങ്ങനെ രേവതി പുതിയൊരു ബിസിനസ്സിലേക്കുള്ള കാലെടുത്ത് വെപ്പാണ്.
ഈ സമയത്ത് ആൻ്റണിയുടെ ഓഫീസിൽ ആൻ്റണിയുടെ നവീനും ആൻ്റണിയും തമ്മിലുള്ള ചർച്ചയിൽ ശ്രുതി പൈസ തരാത്തതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. ശ്രുതി ഈ സമയത്ത് ഷോപ്പിലാണ്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ശ്രുതി പൈസ തരില്ല, അവൾ പഠിച്ച കള്ളിയെന്ന് പറയുന്ന സമയത്ത് ആൻ്റണി ശ്രുതിക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഫോൺ എടുക്കുമ്പോൾ, ശ്രുതി നവീൻ മരിച്ചുകൊണ്ടിരിക്കുകയെന്ന് നിനക്കറിയാലോ, എത്രയും പെട്ടെന്ന് പൈസ തന്നു, അതാ നിനക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്താ ചെയ്യാന്നറിയോ, ഇവൻ മരിച്ചു കഴിഞ്ഞ് ഇവൻ്റെ ഡെഡ് ബോഡി നിൻ്റെ മുറ്റത്ത് കൊടുക്കുന്നത്, അപ്പോൾ നീ ജയിലിൽ പോകേണ്ടി വരും എന്നൊക്കെ പറയണത് കേൾക്കുമ്പോൾ ശ്രുതിയാകെ പേടിക്കണം, ഞാൻ എങ്ങനെയെങ്കിലും പൈസ എത്തിക്കാം ആൻ്റണി എന്നൊക്കെ അങ്ങനെ വിചാരിക്കണം. ഈ സമയത്ത് ശ്രുതി ഇങ്ങനെ ചിന്തിക്കാണ്, ദൈവമേ ഞാൻ എവിടുന്ന പൈസ ഉണ്ടാക്കുക എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ഓർമ്മ വരികയാണ്, ചന്ദ്രയുടെ പൈസ ബാമ അലമറയിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് ഓർമ്മ വരികയാണ്. ഇത് തന്നെ തക്കം, ശരിയാക്കാം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് നവീൻദാസിനോട്, നോക്കിക്കോ അവൾ പൈസയും കൊണ്ടുവരും, നീ നോക്കിക്കോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതി എന്ത് ചെയ്യും, ശ്രുതി കുറച്ച് ഫുഡൊക്കെ തിന്നാനുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ ബാമയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ ചന്ദ്രമതി അവിടെ ഉണ്ട്, ഒരു കുട്ടി പോലും ഡാൻസ് പഠിക്കാൻ വരാത്തതിൻ്റെ വിഷമത്തിലാണ് കേട്ടോ. പെട്ടെന്നാണ് കോളിംഗ് ബെല്ല് അടിക്കുക. അപ്പോൾ ചന്ദ്ര പറയും, ബാമ ഇപ്പോൾ വാതിൽ തുറക്കുക, ഡാൻസ് പഠിക്കാൻ വല്ല കുട്ടികളാവും, നിൽക്ക് വാതിൽ തുറക്കാൻ പറ്റും, ഞാൻ ഡാൻസിൻ്റെ സ്റ്റെപ്പ് എടുത്ത് നിൽക്കാം, അപ്പോൾ വാതിൽ തുറക്കുന്നവർ ഞാൻ ഡാൻസ് കളിക്കുന്നത് കാണട്ടെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാമ പോയി വാതിൽ വെക്കുമ്പോൾ ശ്രുതിനെ കാണുമ്പോൾ ബാമ പറയണം, ചന്ദ്രയെ നിർത്തിക്കോ, ശ്രുതിയാണെന്ന് പറയണം. ഓ അവൾക്ക് വരാൻ കണ്ട നേരം വെറുതെ എൻ്റെ നടു ഉളുക്കി എന്നിങ്ങനെ പറഞ്ഞിട്ട് ബാമ ചന്ദ്ര ഡാൻസ് ചെയ്യൽ നിർത്തണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ, എന്താ ശ്രുതി ഈ വഴി ചോദിക്കുമ്പോൾ പറയണം, ഞാനിങ്ങനെ ഇവിടെ ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നു, അതിന് വന്നപ്പോൾ ഞാൻ അങ്ങനെ ഈ വഴി ആൻറ്റി ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ആൻറ്റീനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ് എന്നൊക്കെ പറയാണ്. അങ്ങനെ ശ്രുതിയുടെ പ്ലാനിങ് എന്താണെന്ന് നമുക്കറിയാം കേട്ടോ കൂട്ടുകാരെ. ശരി പണ്ട് വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ ചന്ദ്രമതി സംസാരിക്കും. പറയണം, ആൻറ്റി ഞാൻ പോയ ഫംഗ്ഷൻ്റെ വീട്ടിലെ ഞാൻ അവിടെ ഒരു ഡാൻസർ ഉണ്ട്, ഞാൻ ആൻറ്റിയെ പറ്റി പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി, ആൻറ്റിയെ പറ്റി തന്നെ പറഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിയുടെ മുഖം അങ്ങനെ വെട്ടലാണ്. അപ്പോൾ ചന്ദ്രമതി പറയാണ് ബാമോട്, നോക്കിയാൽ എൻ്റെ ഈ മരുമോള് എവിടെ പോയാലും എന്നെ പറ്റി നല്ലത് മാത്രമേ പറയൂ, പക്ഷേ എൻ്റെ വേറെ ഒരെണ്ണുണ്ട്, അവൾ എവിടെ പോയാലും എന്നെ കുറ്റം മാത്രമേ പറയുള്ളൂ, അത് കാരണം ആർക്കും എന്നെ ഒരു വിലയില്ല എന്നൊക്കെ പറയാണ്. ബാമ പറയണം, ചന്ദ്ര ഇവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ളൂ മോളെ, അവൾക്കൊരു ഈച്ച പോലും ഡാൻസ് പഠിക്കാൻ വരുന്നില്ല, ഒരു കുട്ടി പോലും വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയണ, എല്ലാത്തിനും സമയമുണ്ട് ആൻറ്റി, ഒക്കെ ശരിയാവും. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പോയ വീട്ടുകാർ കുറച്ച് ഫുഡ് തന്നയച്ചിട്ടുണ്ട് ആൻറ്റിക്ക് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് അടിപൊളിയായിട്ടൊരു കവർ എടുത്ത് പുറത്ത് വെക്കണം. അപ്പോൾ ആ ഫുഡിൻ്റെ മണം കേൾക്കുമ്പോൾ ചന്ദ്രയുടെ എല്ലാ നിരാശയും പോവാണ്. നല്ല ഫുഡ്, ബാമ നീ പോയി പ്ലേറ്റ് എടുത്തിട്ട് വാ, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാൻ പറയണം. അപ്പം അങ്ങനെ ഫുഡ് വിളമ്പണം, ബിരിയാണി ആയിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല മണമുണ്ട്, എത്ര കാലമായി ഇത്ര സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം കണ്ടിട്ട്, രേവതിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് മടുത്തു എന്ന് പറയുമ്പോൾ പറയണം, രേവതി അടിപൊളിയായിട്ടാണുള്ള ഫുഡ് ഉണ്ടാക്കി തരുന്നത്, രേവതിയുടെ ഫുഡ് എന്ത് ടേസ്റ്റാന്നൊക്കെ പറയാണ് ബാമ. അങ്ങനെ ചന്ദ്രമതി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, ബാമയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, അവരതിലേക്ക് മുഴുകി എന്ന് കണ്ടപ്പോൾ ശ്രുതി അടുത്ത പ്ലാനിങ് ഇടാണ്. പെട്ടെന്ന് ഫോൺ വന്ന പോലെ എടുത്തിട്ട്, ഹലോ മാഡം പറഞ്ഞോളൂ, മാഡം കേൾക്കുന്നില്ലേ, പറഞ്ഞോളൂ പറഞ്ഞ് മെല്ലെ ഫോണും കൊണ്ട് അവരുടെ അടുത്തുനിന്ന് വലിഞ്ഞിട്ട് ശ്രുതി പോണത് എവിടേക്കാണെന്നറിയോ, ശ്രുതി നേരെ പോണത് പൈസ വെച്ചേക്കണ അലമാരയുള്ള റൂമിലേക്കാണ്. അവിടെ പോയിട്ട് ഫോൺ വിളിക്കുന്ന പോലെ സംസാരിച്ചിട്ട് ഫോൺ മെല്ലെ അവിടെ വെച്ചിട്ട് അലമാര തുറന്ന 2 ലക്ഷം രൂപ എടുക്കുകയാണ്. എന്നിട്ട് അത് പേഴ്സിൽ വെക്കുകയാണ്. പേഴ്സിൽ വെച്ചിട്ട് വിചാരിക്കുകയാണ്, ഇനി 2 ലക്ഷം എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, ഇപ്പോൾ തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പൈസ എടുത്തിട്ട് പേഴ്സിൽ വെച്ചിട്ട് വീണ്ടും, മാഡം പറഞ്ഞോളൂ, ഞാൻ ബ്യൂട്ടി പാർലറിലേക്ക് പോകണില്ല മാഡം, ഇപ്പോൾ ഞാൻ വീട്ടിലേക്കാണ് പോകണത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം. എന്നിട്ട് ഇവരുടെ അടുത്ത് വന്നിട്ട് ഒന്നറിയാത്ത ബാധിലിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞിട്ട്, ശ്രുതി വാ നമുക്ക് കഴിക്കാം, നീയും വാ കഴിക്കാമെന്ന് പറയുമ്പോൾ, വേണ്ട ആൻറ്റി ഞാൻ അവിടെ നിന്ന് കഴിച്ചതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇങ്ങനെ വിചാരിക്കണം, ഞാൻ ഇപ്പം തന്നെ പോയവർക്ക് സംശയമാവും, ആൻറ്റിയുടെ കൂടെ തന്നെ പോകാം, എന്നിട്ട് വീട്ടിൽ പോയി പൈസ വെച്ചിട്ട് മീരേനെയും കൂട്ടി അത് ആൻ്റണിക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിങ്ങിലാണ് ശ്രുതി ഇരിക്കണത്. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് വെട്ടി വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചന്ദ്രമതിയും ബാമയും കൂടിയിട്ട്. ഈ സമയത്ത് ചന്ദ്രോദയത്തിൽ രേവതീനെ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തൊരു സുന്ദരി മുത്തുമണിയായിട്ട് കൊണ്ടുവന്നേക്കാണ് വർഷ. എന്നിട്ട് പറയണം, ചേച്ചി കുറച്ച് ഫോട്ടോസ് എടുക്കണം, വീഡിയോസ് എടുക്കണം, ചേച്ചി ക്യാറ്റ് വാക്കൊക്കെ നടക്കുക പറയുമ്പോൾ, വർഷ അതൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വർഷ കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ക്യാറ്റ് വാക്ക് എടുക്കാൻ രേവതിയെ നിർബന്ധിക്കണം. രേവതിയുടെ അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണം. പെട്ടെന്ന് കൈതെറ്റി വീഴുന്ന രേവതി സച്ചിയുടെ കയ്യിലേക്ക് വീണു. അവിടെ റൊമാൻറ്റിക് സീനാണ് വരുന്നത്. അത് കാണുമ്പോൾ വർഷ നാണത്തോടു കൂടി അവിടുന്ന് മാറി നിന്ന് പറഞ്ഞ് ചുമക്കുകയാണ്. അവരുടെ ആ ഒരു കിട്ടിയ നിമിഷത്തിലുള്ള അവരുടെ പ്രണയം കണ്ടിട്ടാണ് വർഷയ്ക്ക് നാണം വരുന്നത് കേട്ടോ.
അങ്ങനെ രേവതിയുടെ ക്യാറ്റ് വാക്കും ഒക്കെ വീഡിയോ ആയിട്ട് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് രേവതി ചമ്മിട്ട് അയ്യോ പറയണം. അപ്പോൾ സച്ചി എന്താ രേവതി ചോദിക്കുമ്പോൾ പറയാണ് നോക്ക് ശ്രീകാന്ത് വന്നേം കൂടെ എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ ശ്രീകാന്ത് ഇതെല്ലാം നോക്കി ഉമ്മർത്ത് നിൽക്കണം. രേവതി ചേച്ചി എടുത്തി എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ വർഷ വന്നിട്ട് പറയണേ ശ്രീകാന്തെ രേവതി ചേച്ചി പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോവുക, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യണമെങ്കിൽ പറയാണോ എന്ത് ബിസിനസ്സൊക്കെ വെക്കുമ്പോൾ ഇന്ന പോലെയാണ് പറയുമ്പോൾ അടിപൊളി ചേച്ചി ഉറപ്പായിട്ട് അടുത്ത് വിജയിക്കും, ഉറപ്പാ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ഡാ എന്നെ കൊണ്ട് ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ കോലം കെട്ടിക്കണ്ടേ ഈ സച്ചേട്ടനും വർഷയും കൂട്ടിയിട്ട് പറഞ്ഞു ഒന്നും പറഞ്ഞാൽ പറ്റില്ല, അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഇവർ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ രേവതി തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രേവതി ഒരു പുതിയ ബിസിനസ്സിൻ്റെ ചുവടുകളിലേക്ക് ഇങ്ങനെ കാല് വെച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതി വിജയിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല, കാരണം വളരെ എഫേർട്ട് എടുത്തിട്ടാണ് രേവതി എന്ത് കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ അവിടെ അത് കഴിഞ്ഞു. ഇവരിങ്ങനെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാറ് വന്ന് ചന്ദ്രോദയത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങുന്നത് വേറെ ആരുമില്ല, കാറിൽ നിന്ന് ചന്ദ്രമതിയും ശ്രുതിയും കൂടി ഇറങ്ങാണ്. കയറി വരുന്ന ശ്രുതി പെട്ടെന്ന് കാണുന്നത് സച്ചിയും രേവതിയും തമ്മിലുള്ള റൊമാൻറ്റിക് സീനാണ്. നോക്കുമ്പോൾ രേവതിനെ അങ്ങനെ ചേർത്ത് പിടിച്ചേക്കാണ് സച്ചി. പക്ഷേ രേവതി സാരി ഇങ്ങനെ തലപ്പോണ്ട് മുഖം മറിച്ചേക്കണം, കാരണം രേവതിയുടെ മുഖം കാണില്ല. അമ്മ ഇങ്ങോട്ട് വാ വേഗം വാ പറഞ്ഞിട്ട് ചന്ദ്രമതിനെയും കെട്ടിയിട്ട് പോകണം. അപ്പോൾ ചന്ദ്രമതിനെയും ശ്രുതിനെയൊക്കെ കാണുമ്പോൾ വർഷ ശ്രീകാന്ത് പറയണേ നമുക്ക് ഇവിടെ നിന്ന് മെല്ലെ വലിയ അതാ നല്ലത് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും മെല്ലെ അവിടെ നിന്ന് എസ്കേപ്പ് അടിക്കണം. അപ്പോൾ നോക്കുമ്പോൾ സച്ചി ഇങ്ങനെ പെട്ടെന്ന് തല നിവർത്തി നോക്കുമ്പോൾ ഇവരേനെ അവിടെ കാണും. ശ്രുതി പറയണം അമ്മേ നോക്കമേ ആരും ഇല്ലാത്ത സമയത്ത് ഏതോ ഒരു പെണ്ണിനെ കൊണ്ട് വന്നേക്കവൻ എന്നൊക്കെ പറയണേ, ഇത് അത്ര ചീപ്പാണ് അവൻ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ഇവനെന്ന് ഞാൻ എന്താണ് അവിടെ നടക്കുന്നത് ചോദിക്കുമ്പോൾ അത് കാണുമ്പോൾ സച്ചി പറയണം അപ്പം ശരിയാക്കി കൊടുക്കാം, അത് ഞാൻ ഒരു മോഡലിനെ കൊടുക്കുന്നതാ പറയാം. അപ്പോൾ രേവതി എവിടെ വയ്ക്കുമ്പോൾ രേവതി ഇവിടെ ഇല്ല, അവൾ പുറത്ത് പോയിക്കാ പറയും. ഓ രേവതി ഇല്ലാത്ത സമയത്ത് നീ കണ്ട മോഡലോളെ കടന്നിട്ട് അഴിഞ്ഞാട്ടാണല്ലേ ഇവിടെ, നിനക്ക് കള്ളുകൂടി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നീ സ്ത്രീകളെ കൊണ്ടുള്ള അഴിഞ്ഞാട്ടം തുടങ്ങിയ നിന്നെ ഞാൻ അടിച്ച് ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് ഓടിക്കും ഞാൻ, ഇതാണ് അപ്പം നിൻ്റെ സ്വഭാവം വൃത്തികെട്ടവനെ, നീ ഇത്രയും വൃത്തികെട്ട സ്വഭാവം പഠിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ അന്തം വിട്ടിട്ട് ഇങ്ങനെ അവൻ്റെ സച്ചിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുതിര നോക്കട്ടെ. അപ്പോൾ സച്ചി നിൽക്കുക അവിടെ എവിടേക്കാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് രേവതിനെ ഒന്നും കൂടി ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യവനാണ്. ചന്ദ്ര രേവതി ഇല്ലാത്ത സമയത്താണ് നീ ഇതൊക്കെ ചെയ്ത്, നീ താലി കെട്ടിക്കൊടുന്ന ഒരു പെണ്ണില്ലേടാ അവിടെ, ശ്രുതി നീ രേവതിനെ വിളിക്കുക ഇപ്പം ശരിയാക്കി കൊടുക്കാം, നമുക്ക് അവൾ വന്നിട്ട് അവളുടെ കൂടെ ഇവളെന്നെ അടിച്ചിറക്കുമ്പോൾ നമുക്ക് അവളുടെ കൂടെ കൂടണം, നമുക്ക് എല്ലാവർക്കും കൂടി ഇവളെ അടിച്ചിറക്കണം, ഇവൻ്റെ താന്തോന്നിത്തരൊന്നും ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്ര രോഷാകുലയാവാൻ. ആ സമയത്ത് വേണ്ട നീ വിളിക്കണ്ട ഞാൻ തന്നെ വിളിച്ചോളാം രേവതിനെ എന്ന് പറഞ്ഞിട്ട് രേവതിനെ ഫോൺ വിളിക്കുന്ന സമയത്ത് സച്ചി പറയണം രേവതിനെ ഒന്നും വിളിക്കണ്ട, രേവതി ഇവിടെ തന്നെ ഉണ്ട് പറയാം. അപ്പോൾ ഇതൊക്കെ മറിഞ്ഞെന്ന് കണ്ടിച്ചിരിക്കാൻ കേട്ടോ വർഷയും ശ്രീകാന്തും. അപ്പോൾ രേവതി ഇവിടെ തന്നെ ഉണ്ട് പറയുമ്പോൾ എവിടെ ചോദിക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണ് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് ഇങ്ങനെ തിരിയുമ്പേ നീയോ ഇതെന്താണ് ഇവിടെ കാട്ടിക്കൂട്ടിനെങ്കിൽ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്നുണ്ട്, അതായത് മണ്ഡപമൊക്കെ അലങ്കരിക്കേണ്ട ബിസിനസ്സാണ്, അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണെന്നൊക്കെ പറയും. ഇമാതിരി കാട്ടിക്കൂട്ടി ാണോ മനുഷ്യനെ എന്താക്കാനായിട്ട് കളിയാക്കാനായിട്ട് എന്നൊക്കെ പറയാണ്. അപ്പം സച്ചി പറയണ കാര്യം എന്തൊക്കെയായാലും രേവതി എന്തൊക്കെ പറഞ്ഞാലും വേറൊരു പെണ്ണിനെ ഞാൻ കൊടുന്ന് വിചാരിച്ചിട്ട് നിന്നോട് സ്നേഹം ഉണ്ട് അമ്മയ്ക്ക്, നിന്നെ വിളിച്ചിട്ട് അവളെ പുറത്താക്കണം എന്നൊക്കെ പറയണേറ്റില്ലേ, ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ സ്നേഹമുണ്ട് രേവതി എന്നൊക്കെ പറയാണ് സച്ചി. അപ്പോൾ രേവതി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക ചന്ദ്രമതി പറയും വെറുതെ മനുഷ്യനെ കോമാളിയാക്കാനുള്ള ഓരോ വേഷക്കെട്ടുകളും നിനക്കൊരു വേറെ എവിടെയെങ്കിലും പോയി എടുത്തുവിടേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി ഒന്നും മിണ്ടില്ല. എന്നിട്ട് പറയും അമ്മ എന്തായാലും എനിക്ക് സന്തോഷമായി, എനിക്ക് വേണ്ടി അമ്മ സംസാരിച്ചല്ലോ, സച്ചേട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, എന്നാലും എനിക്ക് വേണ്ടി അമ്മ സച്ചേട്ടനോട് സംസാരിച്ചല്ലോ സന്തോഷം, എന്ത് നിനക്ക് വേണ്ടി അല്ല വീട്ടിലൊരു കാര്യം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം, അല്ലാണ്ട് ഇപ്പം നിനക്ക് വേണ്ടിയിട്ടൊന്നല്ല, മനുഷ്യനെ വെറുതെ ഫൂളാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് കയറി പോവാണ്. പക്ഷെ ചന്ദ്രമതിക്ക് രേവതിയോട് കരുതലുണ്ടെന്ന് നമുക്ക് ആ ഒരു ചന്ദ്രമതിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അടുത്തത് വരുന്നത് ശ്രുതി മീഡിയയും കൂടി ആന്റണിക്ക് പൈസ കൊടുക്കാൻ പോയി. പൈസ കൊടുത്തപ്പോൾ ആന്റണി ആ പൈസ ₹1 പോലും ഇല്ലാതെ ഫുൾ എണ്ണാണ്. എണ്ണിട്ട് പറയാണ് വേറെ ഒന്നും വിചാരിക്കരുത്, എനിക്ക് പൈസ ആരുടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ എണ്ണിയാലേ എനിക്ക് സമാധാനമുള്ളൂ, കറക്റ്റായിട്ട് നിങ്ങൾ 2 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, ഇനി നവീൻ ദാസിൻ്റെ യാതൊരുവിധ ഉപദ്രവവും നിനക്ക് ഉണ്ടാവില്ല പറയുമ്പോൾ ശ്രുതി ചോദിക്കണേ നീ എന്താ ചെയ്യണം, അവനെ കൊന്നോ ചോദിക്കാണ്. കൊന്നില്ല, പക്ഷേ ഇനി അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വരില്ല, അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പറപ്പുറത്തു എന്നൊക്കെ പറയാണ്. എന്തായാലും വലിയൊരു ചതി നീ എന്തോ നിൻ്റെ വീട്ടുകാരോട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാണ്, അതുകൊണ്ടാണല്ലോ നീ അവനെ എത്ര പേടിക്കുന്നത്, എന്തായാലും അവൻ ഇനി നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വരില്ല, നീ പേടിക്കണ്ടെന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതി ഇനി അവൻ്റെ അടുത്തേക്ക് വരരുത്, എൻ്റെ ജീവിതം കുഴപ്പമില്ലാക്കതേ ഇല്ല, നീ ധൈര്യമായിട്ട് പൊക്കോന്ന് പറയണം. അപ്പം മീര പറയണേ ഇനി അവനെ കൊണ്ട് ശല്യം ഉണ്ടാവരുത്, ഈ പൈസ തന്നെ ഉണ്ടാക്കാൻ ഞങ്ങൾ പെട്ടപാട് ഞങ്ങൾക്ക് അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ശരി നിങ്ങൾ ധൈര്യമായിട്ട് പൊക്ക, ഇനി ഒരു ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് പറയണം.
അങ്ങനെ ശ്രുതിയും മീരയും ആ ഒരു സമാധാനത്തോടുകൂടി അവിടുന്ന് ഇറങ്ങിപ്പോണ സമയത്താണ് പെട്ടെന്ന് നവീൻ ദാസ് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് പറയാണ്, അവർ വന്നല്ലേ പൈസ തന്നല്ലേ ചോദിക്കുമ്പോൾ ആൻ്റണി പറയും, നീ പിന്നാലെ നന്ന ബ്ലാക്ക് മെയിൽ ചെയ്യണ പോലെയല്ല, ആൻ്റണി ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി, പൈസ ഇവിടെ എത്തും. അതാണ് ആൻ്റണിയുടെ കഴിവെന്ന് പറയാണ്. അറിയാം, എന്തായാലും ആൻ്റണി ജയിച്ചൂല, പൈസ കിട്ടിയില്ലോ എന്ന് പറയണ നവീൻ ദാസ്. അപ്പോൾ പറയണ, എന്തായാലും നീ ശ്രുതിയെ സമ്മതിക്കുന്ന എല്ലാ വിവരങ്ങളും എനിക്ക് പറഞ്ഞ് നന്നായി ശ്രുതി. ഇനി നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നത് നവീൻ ദാസ് അല്ല, ആൻ്റണിയാണ്. നീ ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ്. ഇനി ഞാൻ ചോദിക്കും, നീ പൈസ കൊണ്ടുവരും. നിനക്കുള്ള കുരുക്ക് മുറുകി തുടങ്ങി ശ്രുതി. നീ വീട്ടുകാരൻ ഇത്രയും പ്പിച്ചോളല്ലേ, നിനക്കുള്ളത് ഞാൻ തരാം എന്നൊക്കെ അങ്ങനെ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് നവീൻ ദാസ് പറയാണ്, എന്നാൽ ശരി എൻ്റെ ഷെയറും കിടത്താന്ന് പറയാണ്. എൻ്റെ ഷെയറും കിടത്താ പറയുമ്പോൾ പെട്ടെന്ന് ആൻ്റണി ദേഷ്യത്തോടുകൂടി നവീൻ ദാസിനെ നോക്കണ സമയത്താണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് വരുന്നത്. നമുക്കറിയാം, ശ്രുതി കട്ടെടുത്ത് ആ പൈസ സച്ചിയുടെയും രേവതിയുടെയും വിയർപ്പാണ്. സച്ചി രേവതിയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു പൈസയാണ് ചന്ദ്രമതി മേടിച്ചതും ചന്ദ്രമതിയുടെ അടുത്ത് നിന്ന് അത് ശ്രുതിയുടെ കയ്യിലേക്ക് എത്തിയതും. ശ്രുതിയുടെ അടുത്ത് നിന്ന് അത് ആൻ്റണിയുടെ അടുത്തേക്ക് എത്തി. ഞാൻ പൈസ തിരിച്ചു കിട്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ സീരിയലിനെ പറ്റിയിട്ടുള്ള കൂട്ടുകാരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.